ആഗോള മഹാമാരികൾ ഒന്നാം ഭാഗം. ആഗോള മഹാമാരികളിൽ വൈറസ് രോഗങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എക്കാലവും. ഈ അടുത്ത കാലത്ത് തന്നെ ഡെങ്കിപ്പനി, ഇൻഫ്ലുവൻസ മുതലയുടെ പല വകഭേദങ്ങൾ എന്നിവ ധാരാളമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ വൈറസ് രോഗങ്ങളെപ്പറ്റി ഇവിടെ ഇപ്പോൾ പറയുകയാണ്. അതിനു മുമ്പ് മറ്റ് ചില മഹാമാരികളെപ്പറ്റി അല്പം പറയാം. ഒന്ന്, ജസ്റ്റീനിയൻ പ്ലേഗ്. കോൺസ്റ്റാന്റിനോപ്പിളിൽ തുടങ്ങി മെഡിറ്ററേനിയനിൽ പടർന്ന് യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, അറേബ്യ എന്നിവിടങ്ങളിലാണിത് വ്യാപിച്ചത്. AD 541 542 ലോകമാസകലം താണ്ഡവമാടിയ ഈ മഹാമാരിയിൽ കൊല്ലപ്പെട്ടത് 25 മില്യൺ ജനങ്ങളാണ്. അന്നത്തെ ലോക ജനസംഖ്യയുടെ പകുതി. 2, കറുത്ത മരണം. AD 1346 മുതൽ 1353 വരെ വ്യാപിച്ച ഈ ബ്യൂബോണിക് പ്ലേഗ് മൂലം 75 മില്യണിലധികം ജനങ്ങളാണ് മരണപ്പെട്ടത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള മധ്യ ഏഷ്യൻ രാജ്യങ്ങളിൽ തുടങ്ങി ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലുടനീളം വ്യാപിച്ചു ഇത്. എലികളിൽ ജീവിക്കുന്ന ഒരുതരം ഫ്ലീകളിലൂടെയായിരുന്നു ഈ രോഗത്തിൻ്റെ പകർച്ച. അക്കാലത്ത് യാത്രകളും ചരക്ക് ഗതാഗതവും കപ്പൽ മാർഗമായിരുന്നല്ലോ. ആ മാർഗത്തിലൂടെയായിരുന്നു ഈ മഹാമാരിയുടെ വ്യാപനവും. 3, ലണ്ടൻ ഗ്രേറ്റ് പ്ലേഗ്. AD 1348 മുതൽ 1665 വരെ 40 തവണകളിലാണ് ഈ മഹാമാരി പടർന്നത്. ലണ്ടനിൽ തുടങ്ങി അവിടെ നിന്ന് തന്നെയാണ് കൂടുതൽ വ്യാപിച്ചത്. പിന്നീട് അവിടെ നിന്നും വിവിധ ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പടരുകയാണ് ഉണ്ടായത്. ലണ്ടനിൽ മാത്രം ഇക്കാലങ്ങളിൽ ജനസംഖ്യയുടെ 20% രോഗം മൂലം മരണമടഞ്ഞു. അന്നത്തെ കുപ്രസിദ്ധമായ ലണ്ടൻ കൂട്ടശവക്കല്ലറകൾ ഈ ശവങ്ങൾ ഏറ്റുവാങ്ങി. പട്ടിയും പൂച്ചയുമാണ് രോഗം പകർത്തുന്നത് എന്ന തെറ്റിദ്ധാരണ മൂലം ഇവയെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. ഇന്നും ഇത്തരം പ്ലേഗ് ഏഷ്യയിലും ആഫ്രിക്കയിലും ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട്. എന്നാൽ അത് വേഗത്തിൽ നിയന്ത്രണത്തിലാകുന്നുമുണ്ട്. ബ്യൂബോണിക്, സെപ്റ്റിസിമിക്, ന്യൂമോണിക് എന്ന് 3 തരം രോഗങ്ങളാണ് പ്ലേഗ് വരുത്തുന്നത്. പ്രത്യേകതരം ബാക്ടീരിയയാണ് രോഗാണു. എലികളാണ് പ്രധാന രോഗവാഹകർ. എഴ്സീനിയാസ് പെസ്റ്റിസ് എന്നാണ് രോഗാണുവിൻ്റെ പേര്. 3 തരം രോഗങ്ങളിൽ സെപ്റ്റിസിമിക് ആണ് ഏറ്റവും തീവ്രമായ രോഗം. എന്നാൽ ബ്യൂബോണിക് ആണ് കൂടുതലായി പകരുന്നത്. ഇതിന് പനി, തലവേദന, ഗ്രന്ഥികൾക്ക് വീക്കം, ശരീരക്ഷീണം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. 4, മസൂരി. ആദ്യം മനുഷ്യനിൽ നാശം വിതച്ച മാരകമായ വൈറസ് രോഗം മസൂരിയാണ്. ഈ രോഗത്തെപ്പറ്റി ബൈബിളിൽ പോലും പറയുന്നുണ്ട്. അത്ര പഴക്കമുള്ള രോഗമാണിത്. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 18-ാം നൂറ്റാണ്ടിലുമാണ് ഈ രോഗത്തിൻ്റെ ശക്തമായ വ്യാപനമുണ്ടായത്. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക ഭൂഖണ്ഡങ്ങളിൽ ആദ്യകാലം മുതൽ ഇതിൻ്റെ വ്യാപനമുണ്ട്. പിൽക്കാലത്ത് അമേരിക്കയിലുണ്ടായത് യൂറോപ്യൻ സഞ്ചാരികളിലൂടെയാണ്. അക്കാലത്ത് അമേരിക്കയിലും മെക്സിക്കോയിലുമുള്ള നാട്ടുകാരിൽ 80% ഈ രോഗം മൂലം മരണപ്പെട്ടിരുന്നു. 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിലാണ് ശക്തമായ ഈ ആഗോള വ്യാപനം ഉണ്ടായത്. എഡ്വേർഡ് ജെന്നറാണ് മസൂരി വാക്സിൻ കണ്ടുപിടിച്ചത്. 1796 അദ്ദേഹം വികസിപ്പിച്ചെടുത്ത വാക്സിൻ തൻ്റെ തോട്ടക്കാരൻ്റെ 9 വയസ്സുള്ള മകനിൽ പരീക്ഷിച്ച് വിജയിക്കുകയായിരുന്നു. കോളറ. വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന കോളറ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം പനിയും ഛർദിയും തീവ്രമായ വയറിളക്കവും ഉദരവേദനയും കലശലായ നിർജ്ജലീകരണവുമാണ്. 1852 1860 ഇടയിലാണ് കോളറായുടെ ഒരു ആഗോള പകർച്ച ഉണ്ടായത്. ലോകത്തിൽ ആകെയുണ്ടായ 7 പാൻഡമിക്കുകളിൽ ഏറ്റവും വലുതായിരുന്നു ഇത്.
ഇന്ത്യയിലെ ഗംഗാനദീ തടങ്ങളിൽ തുടങ്ങി പിന്നീട് യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ വ്യാപിച്ചു. ഇതായിരുന്നു മൂന്നാമത്തെ പാൻഡമിക്. 1858 ഇതിലൂടെ ലണ്ടനിൽ മാത്രം മരിച്ചത് 10,000 ജനങ്ങളാണ്. ആറാം കോളറ പാൻഡമിക് കൂടുതൽ ബാധിച്ചത് അമേരിക്കയിലാണ്. 1910 1911 ഇടയിൽ അമേരിക്കയിൽ 8 ലക്ഷം ആളുകളാണ് മരിച്ചത്. ഇത് തുടരും.